ഹലോ! 3 മുട്ട വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞി പോലുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. വേഗം നമുക്കിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആദ്യം തന്നെ ഒരു ക്യാരറ്റ് എടുക്കാം കേട്ടോ. ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. വേഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഒന്ന് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ നമ്മുടെ സൺഫ്ലവർ സീഡ് ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ ക്യാഷ്നട്ട് ഇടാം, ബദാം ഇടാം, അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഈ സൺഫ്ലവർ സീഡാണ്, അതൊന്ന് ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരം എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇച്ചിരി മധുരം കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മധുരം 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 മുട്ടയുടെ ആവശ്യമുണ്ട്. 3 മുട്ട മിക്സിയുടെ ജാറിലോട്ട് തന്നെ 3 എണ്ണം പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ശരിക്കും നല്ല പഞ്ഞി പോലെയാണ്, നാവിലിട്ടാൽ നല്ല അലിഞ്ഞു പോകും. അതുപോലെ നമുക്ക് വായിലിടുന്ന ഒരു ഇതേ ഓർമ്മയുള്ളൂ, പക്ഷെ പെട്ടെന്ന് അലിഞ്ഞിറങ്ങും. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ആ മുട്ടയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് പിശുക്കില്ലാതെ പാലങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിശുക്കില്ലാതെന്ന് വെച്ചാൽ ആവശ്യത്തിന് പാലങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതുണ്ടല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെജീസൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ക്യാരറ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ക്യാരറ്റിൻ്റെ ചൊവയും ഒന്നും വരില്ല. ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചൊവയൊന്നും ഇല്ലാതെ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടാണ്. അപ്പം നമ്മുടെ അപ്പച്ചം ഉണ്ടല്ലോ, അത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് നേരത്തെ ഒന്ന് ചൂട് വെള്ളം വെച്ചിട്ട് ഒന്ന് വെച്ചിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം ഒരു 5-10 മിനിറ്റ് പോലും വേണ്ട ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. എന്നിട്ടൊന്ന് നമ്മൾ 4 വശവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടും കേട്ടോ. ഇപ്പോൾ റംദാനൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ വേഗം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ടേസ്റ്റി ഫ്ലഫി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ റെഡിയായിട്ട് ഒരാൾ എപ്പോഴേ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുഞ്ഞ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷനായിട്ട് നമ്മുടെ പോമഗ്രാനൈറ്റ് ഇല്ലേ, അതിൻ്റെ ഓരോ ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ മുകളിൽ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ശരിക്കും നല്ല ഹെൽത്തിയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.